നെയ്യാറ്റിൻകരയിലെ വീട്ടമ്മയുടെ ആത്മഹത്യയിൽ പ്രതിയായ കോൺഗ്രസ് നേതാവിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കാൻ നീക്കം. DCC ജനറൽ സെക്രട്ടറി ജോസ് ഫ്രാങ്കിളിനെ തിരിച്ചെടുക്കണമെന്ന് നേതാക്കൾ. KPCC നേതൃത്വത്തിന് നേതാക്കൾ കത്ത് നൽകി. ജില്ലയിലെ 2 നേതാക്കൾ സണ്ണി ജോസഫിനെയും VD സതീശനെയും കണ്ട് ഈ ആവശ്യം അറിയിച്ചു. അതേസമയം ജോസ് ഫ്രാങ്കിളിനെ പരസ്യമായി ന്യായീകരിച്ച് സണ്ണി ജോസഫും ഇന്ന് രംഗത്തെത്തി. നെയ്യാറ്റിൻകരയിലെ വീട്ടമ്മയുടെ ആത്മഹത്യയിൽ പ്രതിയാണ് DCC ജനറൽ സെക്രട്ടറി ജോസ് ഫ്രാങ്ക്ലിൻ. വീട്ടമ്മയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഇയാൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. ഇതിനെ തുടർന്നാണ് ജോസ് ഫ്രാങ്ക്ലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഡ് ചെയ്ത് ആഴ്ചകൾ പിന്നിടുന്നതിന് മുൻപ് ഇയാളെ തിരിച്ചെടുക്കാനാണ് പാർട്ടിയിൽ നീക്കം. ഇയാളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലയിലെ തന്നെ 2 പ്രമുഖ നേതാക്കൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെയും പ്രതിപക്ഷ നേതാവ് VD സതീശനെയും കണ്ടു. മാത്രമല്ല, ബ്ലോക്ക് പ്രസിഡന്റ് MC സെൽവരാജും മണ്ഡലം പ്രസിഡന്റ് SJ അനീഷും KPCC നേതൃത്വത്തിന് കത്ത് നൽകി. അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ നിരപരാധിയാണ് എന്ന അദ്ദേഹത്തിന്റെ വാദം കൂടി പരിഗണിച്ചുകൊണ്ട് ഞാൻ കേസിന്റെ മെറിറ്റിലേക്ക് ഞാൻ പോയിട്ടില്ല. അദ്ദേഹത്തിന് കോടതി ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ കൂടി ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് ശ്രമിച്ചത് എന്ന ചില കത്തിൻ്റെ പരാമർശങ്ങൾ കൂടി എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ആ കേസിൻ്റെ ഡീറ്റെയിൽസ് പഠിച്ചിട്ടില്ല. വേണമെങ്കിൽ പഠിക്കാം. അത് അദ്ദേഹത്തിൻ്റെ ആവശ്യം നിൽക്കുന്നുണ്ട്. അത് പരിശോധിച്ചിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി ജോസ് ഫ്രാങ്ക്ലിനെ തിരിച്ചെടുത്തില്ല എങ്കിൽ പാർട്ടിക്ക് തിരിച്ചടിയാകും എന്നാണ് നേതാക്കളുടെ വാദം. പക്ഷേ കുറ്റക്കാരനെ തിരിച്ചെടുക്കാനുള്ള പാർട്ടി നേതാക്കളുടെ നീക്കത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് പ്രാദേശിക നേതാക്കൾക്കുള്ളത്. പാർട്ടിയെ അപകീർത്തിപ്പെടുത്തിയ നേതാവിനെ സംരക്ഷിക്കാൻ ഇറങ്ങിയ പ്രമുഖ നേതാക്കൾക്കെതിരെയും വിമർശനം ഉയരുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.